സജ്ജനങ്ങൾക്ക് പ്രണാമം. വൈദേഹീ സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡവേ മധ്യേ പുഷ്പകമാനസേ മണിമയേ വീരാസനെ സംസ്ഥിതം അഗ്രേ വാചയതി പ്രപഞ്ചനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിവിഃ പരിവൃതം രാമം ഭജേ ശ്യാമളം. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം അജാനുവാഹമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഉല്ലംഘ്യ സിന്ധൗ സലിലം സലീലം യശോകവന്നീ ജനകാത്മജേയ ആദായ തേനൈവ ദദാഹലങ്കാം നമാമിതം പ്രാഞ്ജലിരാഞ്ജനേയം. ഇന്ന് അധ്യാത്മരാമായണത്തിൽ ആരണ്യകാണ്ഡത്തിലെ ശ്രീരാമചന്ദ്രന്റെ മുനിമണ്ഡലാഗമനവും അഗസ്ത്യാശ്രമ പ്രവേശവും തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ഭൂലോകനാഥ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ട് ചണ്ഡാതിഥീരി കുലജാതനം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീ ദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോട് ആഭോഗാനന്ദ വിവശന്മാരായരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു, പന്നകൊത്ത മുതൽപേ പള്ളികൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായത് ഭുവി മാർത്തണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതോ ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ സംഘചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്നു നൂനം. നാനാതാപസ കുലാസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീടണം. ജാനകിയോടും സുമിത്താത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായവരുമല്ല കണ്ടാൽ എന്നരുൾ ചെയ്തു. മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിവർണ്ണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളുമെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവുമെല്ലാം എത്രൈവ മൂലമെന്നും എത്രയുണ്ടാവാനഹോ.
തദ്വാക്യം കേട്ടു ചൊന്നാർ താപസനും രാമഭദ്ര നീ കേൾക്ക മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഈ ദേശമസ്തി വ്യാപ്തമാശമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠൂരതരമായ ദുഷ്ടരാക്ഷസകുലമൊട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടുവിൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജന്മാനായി വനവാസികളാൽ. തത്ര തത്രൈവ മുനിസത്തമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടും അനുജനോടും കൂടി സത്സർഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു. വത്സരം ത്രയോദശമക്കാലം കാണായി വന്നു. വിഖ്യാതമായ സുധിഷ്ണാശ്രമം മനോഹരം മുഖ്യതാപസകുല ശിഷ്യസഞ്ജയപൂർണം സർവർത്തൂ ഗുണഗണ സമ്പന്നമനുപമം സർവകാലാനന്ദാനന്ദോദയമത്യത്ഭുതം. സർവപാദപാലതാ ഗുൽമസങ്കുലം നാസ്ഥലം സർവസൽപക്ഷീ മൃഗഭുജംഗ നിഷേവിതം. രാഘവൻ അവരജൻ തന്നോടും സീതയോടുമാകതായിതെന്നു കേട്ടോരു മുനിശ്രേഷ്ഠൻ. കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനാരതൻ മുനി സംഭ്രമത്തോടെ ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു. സംപൂജിച്ചിരുന്നരുളിനാർഗവാദ്യാദികളാൽ ഭക്തി പൂണ്ടശ്രുജലാനേത്രനായി സഗദ്ഗതം ഭക്തവത്സലനായ രാഘവനോട് ചൊന്നാൻ. നിന്തിരുവടിയുടെ നാമമന്ത്രത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു യോഗത്താൽ. ബ്രഹ്മശങ്കര മുഖ്യ വന്ധ്യമം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം. ആദ്യന്തമില്ലാതോരോ പരമാത്മാനമല്ലോ നീ. വേദ്യമല്ലൊരു നാളും ആരാലും ഭവത്തത്വം. ത്വൽഭക്ത ഭൃത്യഭൃത്യഭൃത്തനായിടണം ഞാൻ. ത്വൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം. പുത്രഭാര്യാർത്ഥ നിലയാന്തകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി. ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ. മൂത്രമംസാമിദ്യന്ത പുൽഗമപിണ്ഡമാകും ഗാത്രമൂർത്തോളമുദീ കസ്മലം അതിങ്കലുള്ള മഹാമോഹ പാശബന്ധവും ഛേദിച്ച് ആർത്യനാശന ഭവാൻ വാഴുകെന്നുള്ള നിത്യം. സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവൻ തന്നെ കേവലമെന്നാകിലും തന്മന്ത്ര ജപരതന്മാരായ ജനങ്ങളെ തന്മഹാമായാദേവി ബന്ധിച്ചിടുകയില്ല. തന്മന്ത്ര ജപവിമുഖന്മാരാം ജനങ്ങളെ തന്മഹാമായാദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ. ദേവപാദവങ്ങളെ പോലെ വിശേഷപൂറ്റി വിഷസംഹാര സൃഷ്ടേ സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മഹാത്മാനാം. നാനാരൂപങ്ങളായി തോന്നുന്നു ലോകത്തിങ്കൽ ഭാനുമഞ്ചലം പ്രതി വെവ്വേറെ കാണും പോലെ. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞു വാസിപ്പു ഞാൻ ദയാനിധേ. അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നത് മത്തവോ ബലവശൽ. ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവൻ ചിന്മയനെന്നാകിലും സന്മയമായി പരബ്രഹ്മമായ രൂപമായി കർമ്മണാമഗോചരമായ രൂപഭദ്രൂപം. ത്വന്മായാ വിടംബന രചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭകം കമനീയം. കാരുണ്യപൂർണ നേത്രം കാർമുക ബാണാധരം
സ്മേര സുന്ദര മുഖമജിനാംബരധരം സീതാസംയുതം സുമിത്രാത്മത നിഷേപിത പാദപങ്കജം നീലനീരതകളേഭരം കോമളമതീ ശാന്തമനന്തഗുണം അവിരാമമാത്മാ രാമാനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യാമമ നേത്രഗോചരമായോരു ഇത്തിരുമേനി നിത്യം ചിത്തേ വാഴുക വേണം. മുറ്റിയിടും ഭക്ത്യാ നാമം ഉച്ചരിക്കായിടണം. മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പൂറ്റി. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചിടിന മുനിയോട് മന്ദഹാസവും പൂണ്ട രാഘവനരുൾ ചെയ്തു. നിത്യവും ഉപാസനാശുദ്ധമായിരിപ്പൂരചിത്തം ഞാൻ അറിഞ്ഞത്രേ കാൺമാനായി വന്ന മുനി. സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്മന്ത്രോപാസകന്മാരായി നിരപേക്ഷന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ. തൽകൃതമേതൽ സ്തോത്രം മൽപ്രിയം പഠിച്ചിടും സൽകൃതി പ്രവരനാം മർത്യന് വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിൽ സംശയം നിരൂപിച്ചാൽ. താപസോത്തമ ഭവാൻ എന്നെ സേവിക്കമൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ. ഉണ്ടോരാഗ്രഹം തവ ആചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തതിന്നാവതിപ്പോൾ. തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയുമടുത്തുണ്ടഗത്യാശ്രമം മുനെ. ഇത്തം രാമോക്തി കേട്ടു ചൊല്ലിനാൻ സുധീഷ്ണനും അസ്തു തേ ഭദ്രമുത തോന്നിയതിന്നു ഞാൻ. കാട്ടുവനല്ലോ വഴി കൂടെ പോന്നടുത്ത നാൾ വാട്ടമെന്നിയെ വസിക്കേണമെന്നിവിടണം. ഒട്ടുനാളുണ്ട് ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടൊക്കെ പോയി കാണാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്താനം ചെയ്തു സന്ധ്യാബന്ധനം കൃത്വാ ശീഘ്രം പ്രീതനാമുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു. മധ്യാഹ്നേ പൂച്ചെന്നിതു രാമേനഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും. വന്യഭോജനവും ചെയ്തെന്നെല്ലാവരും അന്യോന്യം സല്ലാപവും ചെയ്തിരുന്നു ഒരു ശേഷം. ഭാനുമാൻ ഉദിച്ചപ്പോൾ അർഘ്യവും നൽകി മഹാഗാനനമർഗേ നടകുണ്ഠിതമന്ദം മന്ദം. സർവതൃപല കുസുമഡ്യ പാദബലഥാ സംവൃതം നാനാമൃഗസഞ്ജയ നിഷേവിതം. നാനാ പക്ഷികനാദം കൊണ്ടതിമനോഹരം കാനനം ജാതീവൈരരഹിത ജന്തുപൂർണം. നന്ദന സമാനമാനന്ദാനാഢ്യം മുനിനന്ദന വേദധ്വനി മണ്ഡിതമനുഭവം. ബ്രഹ്മർഷി പ്രവരന്മാരാമരമുനികളും സമ്മോദം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ. സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല സംഖ്യാവസ്തുക്കളുമുണ്ട് അറ്റമില്ലാതെ വണ്ണം. ബ്രഹ്മലോകവും ഇതിനോടോ നേരല്ലെന്നത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളോർ ചൊല്ലുന്നു കാണും തോറും. ആശ്ചര്യമോരോ നിവ കണ്ടവരും ചെന്നാശ്രമത്തിനു പുറത്തെടുത്തു ശുഭദേശേ. വിശ്രമിച്ചനന്തരം അരുളിച്ചെയ്തു രാമൻ വിശ്രുതനായ സുധിഷ്ണൻ തന്നോടിനിപ്പോൾ. വേഗേന ചെന്ന് ഭവാൻ അഗസ്ത്യ മുനീന്ദ്രനോടാഗതനായോ എന്നെ അങ്ങുണർത്തിച്ചിടണം. ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരെ വസിച്ചിടുന്നതുപശ്രമം. ശ്രുത്വാ രാമോക്തം സുധീഷ്ണൻ മഹാപ്രസാദമിത്യുക്ത്വാ സത്വരം ഗത്വാ ആചാര്യമന്ദിരം മുദാ. നത്വാദം ഗുരുവരം അഗസ്ത്യം മുനികുലസത്തമം രഘൂത്തമ ഭക്ത സഞ്ജയാവൃതം. രാമമന്ത്രാർത്ഥ വാക്യാതൽപരം ശിഷ്യന്മാർക്കായി കാമതമഗസ്ത്യമാത്മാരാമം മുനീശ്വരം. ആരൂഢവിനയം കൊണ്ടാനതവക്ത്രത്തോടും ആരാൽ വീണുടൻ
ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രാമനാം ദാസരഥി സോദരനോടും നിജവാമിനിയോടും ഉണ്ടെങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാബ്ദ് നിൻ തൃക്കടലിണ കണ്ടു വന്ദിപ്പാൻ ഭക്തിയോട്. മുമ്പേതൻ നഗക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താൻ. ഭദ്രം ദേരുപനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ കൃതിസ്ഥിതം ഭക്തവത്സലം ദേവം. പാർത്തിരന്നിടുന്നു ഞാൻ എത്ര നാളുണ്ട് കാണാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം. രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘശ്യാമളം നളിനാക്ഷം ഇത്യുക്ത സരവസമുത്തായ മുനിപ്രവരോത്തമ മധ്യേ ചിത്തമത്യന്തഭക്ത്യ മുനിസത്തമന്മാരോടും നിജശിഷ്യ സഞ്ജയത്തോടും ഗത്വാ ശ്രീരാമചന്ദ്രഭക്തം വാർത്തരുൾ ചെയ്താൻ. ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദൃഷ്ട്വാ ചിരമധ്യൈവ സമാഗമം. യോഗനായിരിപ്പോരതിഥി യോഗനായിരിപ്പോരിഷ്ട അതിഥി ബലാൽ മമ ഭാഗ്യപൂർണത്തേന സംപ്രാപ്തനായിതു ഭവാൻ. അദ്യവാസരം മമ സഫലമത്രയല്ല മത്തവ സാവല്യവും വന്നിതു ജഗൽപഥേ. കുംഭസംഭവം തന്നെ കണ്ടു രാഘവന്താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ട് ഭക്ത്യാ ദണ്ഡ നമസ്കാരവും ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം ഗാഠാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢവാദി സംശജനായ ലക്ഷ്മണനെയും ഗാത്രസ്പർശന പരമാഹ്ലാദജാതസ്രവാനേത്രകീലാകുലനായ താപസവരൻ ഏകേനകരേണ സംഗൃഹ്യ രോമാഞ്ചിതമോ രാഘവനുടെ കരപങ്കജമതിദ്രുതം സ്വാശ്രമം ജഗാമാ കൃഷ്ണാത്മാ മുനിശ്രേഷ്ഠൻ ആശ്രിത ജനപ്രിയനായ വിശ്വേഷം രാമം. പാദ്യാർഗ്യാസ മധുപർക്കമുഖങ്ങളുമാവാദ്യ സംഭൂജസുഖമായ വിഷ്ടം നാദം വന്യഭോജങ്ങൾ കൊണ്ടു സാദരം പുജിപ്പിച്ച് ധന്യനാന്തബോധനൻ ഏകാന്ത ചൊല്ലിയിടിനാൻ. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപകരണം ചെയ്തിടുവെന്നു തന്നെ. സാരസാനന സകലേശ്വരാ ദയാനിധേ ഞാനന്ന് തുടങ്ങി വന്നിവിടെ വാണിയിടിനേനാനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ. താപസേജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നമേകനായ ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായ തനിക്കാതൃതഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തദ്ഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്നുപനിഷത്വശൽ. മായാദേവിയെ മൂലപ്രകൃതി എന്ന് ചൊല്ലും മായാതീതന്മാരെല്ലാം സംസ്കൃതി എന്നും ചൊല്ലും. വിദ്വാൻമാരവിദ്യ എന്ന് പറയുന്നവല്ലോ ശക്തിയെ പലനാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയ മായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊല്ലു. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലെ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുര. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹദ്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസമെന്നീ വണ്ണം വേദ്യമാചമഞ്ഞത് മൂന്നുമെന്നറിഞ്ഞാലും താമസത്തെങ്കിൽ നിന്ന് സൂക്ഷ്മതൻ മാത്രകളും ഭൂമി പൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തെങ്കിൽ നിന്നുണ്ടായത് ഇന്ദ്രിയങ്ങളും തേജോ രൂപങ്ങളായ ദേവതങ്ങളും പിന്നെ സാത്വികത്തിങ്കിൽ നിന്നു മനസ്സുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം അവറ്റിങ്കിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു
ദിവ്യനാം വിരാട് പുമാൻ ഉണ്ടായതെന്ന് കേൾപ്പൂ. അങ്ങനെയുള്ള വിരാട് പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവമാനുഷാതിര്യജ്ഞോനികൈരാദികൾ ബഹുസ്ഥാപര ജംഗമോക പൂർണ്ണമായുണ്ടായി വന്നു. തന്മായ ഗുണങ്ങളെ മൂന്നമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ലോകസൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ദാധ നാഭിയിൽ നിന്നുണ്ടായി. സത്തമാം ഗുണത്തിങ്കൾ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു, രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും. ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യമംസിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും. ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ, നിവർത്തൻ നിത്യനേകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാൻ ഇച്ഛിച്ചു ഭവാൻ, മോദമോടപ്പോൾ അംഗീകരിച്ചുമായ തന്നെ. തന്മൂലം ഗുണവാനെ പോലെയായത് ഭവാൻ, തന്മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവർത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടന ജനം പ്രവർത്തി നിരതന്മാരിനത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യ സംസാരികളെന്നവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാവാസേകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. തന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും തെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ തുൽഭക്തി സമ്പന്നന്മാരായുള്ളവരേകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്തൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കുകയുമില്ല. ശ്രീരാമ രഘുപതി കേവലജ്ഞാനമൂർത്തേ, ശ്രീരമണാത്മാരാമ കാരുണ്യാമൃത സിന്ധോ. എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കൽ സാരം കിഞ്ചിൽ ചൊല്ലുവിന്ദരാപതേ. സാധുസംഗതി തന്നെ മോക്ഷ കാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നതോ സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി. നിസ്പൃഹന്മാരായി വിഗതേഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവർത്താകില കാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തക രണ്ടിനും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരികാപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്മാരായി ഏകാന്തേ ശമതമസാധനായുക്തന്മാരായി. സാധുക്കളവരോട് സംഗതിയുണ്ടാകുമ്പോ ജതശിവൽക്കഥാ ശ്രവണേരതിയുണ്ടാവും. ത്വൽക്കഥാ ശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിങ്കൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധേ. ത്വൽപാദബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴും ഉണ്ടാകണം. ഇന്നല്ലോ സഫലമാം വന്യത് മമ ജന്മം, ഇന്ന് മൽകൃതുക്കളും വന്നത് സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ അസഫലമായി വന്യതും നേത്രവും. സീതയാ സർദ്രം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്ന് വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്ധ്രുവം തോന്നണം ദയാംബുധേ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ചമ്പാരതെന്നാൽ മുന്നം നിക്ഷിപ്തമായ ശാപം ബാണതൂണിരത്തോടും കൊടുത്തോ ഖഡ്ഗത്തോടും ആനന്ദവിവശനായിരുന്നരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ വിനഷ്ടമാക്കിയിടണം വൈകിടാതെ. സാക്ഷാ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിന് മർത്തനായി പിറന്നതും. 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീ തീരെ നല്ലോരാശ്രമം ചമച്ചതിൽ
സീതയാ വസിക്കവോ ശേഷമുള്ളൊരു കാലം തത്രേവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ജൈകന്തുടേ അനുജ്ഞ നൽകി മുനി ശ്രുത്വേതിൽ സ്തോത്രം സാരമഗസ്ത്യ സുഭാഷിതം തത്വാർത്ഥ സമന്വിതം രാഘവൻ തിരുവടി ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ച് വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോട് വെളുന്നള്ളിയിടും നേരം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ നിന്ന് യാത്ര തിരിച്ച് വനത്തിൽ എത്തിച്ചേർന്നു. അവിടെ പല മഹർഷിമാരുടെ ആശ്രമത്തിലും സന്ദർശിക്കുകയാണ്. ശരവകന്റെ ആശ്രമത്തിൽ പ്രവേശിച്ചു. പിന്നീട് ആശ്രമത്തിൽ വനത്തിലുള്ളതായ ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ശ്രീരാമൻ വന്നു എന്ന് കേട്ടിട്ട് ശ്രീരാമനെ കാണാനായിട്ട് വന്നുചേരുകയുണ്ടായി. എല്ലാവരും ലാലക്ഷ്മണന്മാരെ വന്ദിച്ചു. താപസന്മാര് അവരെ താപസന്മാരും ആശീർവാദം ചെയ്ത് അവരോട് ആഗോകാനന്ദ വിവസന്മാരും ചെയ്തു. മഹർഷിമാർ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, നിങ്ങളുടെ തത്വം ഞങ്ങൾക്കറിയാം. സാക്ഷാൽ പന്നകോത്തമതൽപ്പേ പള്ളി കൊള്ളുന്ന ഭഗവാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച പ്രകാരം ഭൂമി ഭാരം കളയാൻ വേണ്ടി ഭൂമിയിൽ സൂര്യവംശത്തിൽ അവതരിച്ചാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അനന്തനാണ് ലക്ഷ്മണനായിട്ട് അവതരിച്ചിരിക്കുന്നത്. സീതാദേവി സാക്ഷാൽ ലക്ഷ്മി തന്നെയാണല്ലോ. ഭരചക്രന്മാരാകട്ടെ അങ്ങയുടെ കയ്യിൽ ശോഭിക്കുന്ന ശംഖചക്രങ്ങൾ തന്നെയാണ്. അങ്ങയുടെ രാജാഭിഷേകത്തിന് വിഘ്നം വന്നതാകട്ടെ ഞങ്ങളുടെ എല്ലാം സങ്കടത്തെ തീർക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏതായാലും താങ്കള് ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് മുനിമാര് അവരെ കൂട്ടിപ്പോയിട്ട് ഓരോ വർണ്ണശാലകൾ കാണിക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ദിക്കില് ധാരാളം അസ്ഥിയും എല്ലുകളൊക്കെ കൂട്ടിയിരുന്ന സ്ഥലം കണ്ടപ്പോൾ ശ്രീരാമൻ ചോദിച്ചു, എന്താണ് ഇവിടെ മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും ഒരു കുന്നുപോലെ കൂടി കാണുന്നുണ്ടല്ലോ? അപ്പോൾ പറഞ്ഞു, മുനിസത്വന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്കനിമിത്തമായി ഈ ദേശം അസ്ഥിവ്യാപ്തമാ ചമഞ്ഞു. മുനിമാരെ ഭക്ഷിച്ചിട്ട് ഇത് പറഞ്ഞപ്പോൾ ആ രാക്ഷസകുലത്തെ കൊന്നെടുക്കാൻ വേണ്ടി ശ്രീരാമൻ തയ്യാറായി. അങ്ങനെ അവിടെ എല്ലാവരും കഴിഞ്ഞു. അങ്ങനെ ശ്രീരാമൻ വനത്തിൽ പ്രവേശിച്ചിട്ട് 13 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് സുതീഷ്ണാശ്രമത്തിലാണ് ചെന്ന് ചേർന്നത്. സുതീഷ്ണാശ്രമത്തിൽ പോയപ്പോൾ കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ സദാസമയത്തും രാമമന്ത്രം തന്നെ ജപിച്ചിരിക്കുന്ന മുനിയാണ്. ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് സൽക്കരിച്ചിരുത്തി ശ്രീരാമനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ നാമം തന്നെ ജപിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം ഞാൻ ഇവിടെ കഴിഞ്ഞു വരുന്നത്. ഈ ജീവിതമാകുന്ന സമുദ്രം ചാടിക്കിടക്കുവാൻ കടക്കണമെങ്കിൽ അങ്ങയുടെ പാദകമലമാണല്ലോ ആശ്രയമായിട്ടുള്ളത്. അങ്ങയെ ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങയുടെ ഭക്തന്മാരുടെ ഭൃത്യനായിട്ട് ഞാൻ മാറണം. അങ്ങയുടെ പാദങ്ങൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വസിക്കാനിടയാകണം. ഭാര്യാപുത്രാദികളാകുന്ന വനത്തിൽ അകപ്പെട്ടു വരുന്ന എന്നെ അങ്ങയുടെ കാരുണ്യമാകുന്ന കടാക്ഷത്താൽ രക്ഷിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ശരീരത്തിൽ ഭ്രമിച്ചിട്ട് പഞ്ചഭൂത ശരീരത്തിൽ ഭ്രമിച്ചിട്ട് കഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് താങ്കളാണ്. അങ്ങയെ ചിന്തിക്കാത്ത ആളുകളെയാണ് ഈ മഹാമായ ബാധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ പദം സ്തുതിച്ചു. പറയുണ്ടായി, ഭഗവാൻ തന്നെയാണ് സർവത്ര വ്യാപരിച്ചിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് ആകാശത്തുള്ളതായ സുഗരബിംബം. ഭൂമിയിൽ വെച്ച ഓരോ പാത്രത്തിലെ ജലത്തിലും കാണുന്നത് പോലെ നാനാരൂപങ്ങളാ തോന്നുന്നു. ലോകത്തിങ്കൽ ഭാനുവൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ ഇങ്ങനെയുള്ളതായ അല്ലയോ ഭഗവാൻ അങ്ങയുടെ രൂപത്തെ ഞാൻ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ വളരെ തരത്തിലും സ്തുതിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞു,
രാഘവൻ പറഞ്ഞു, അല്ലയോ മഹർഷി, നിത്യവും ഉപാസനാശുദ്ധമായിരിക്കുന്ന അങ്ങയുടെ മനസ്സ് അറിഞ്ഞിട്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വേണ്ടി വന്നത്. എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ച് എൻ്റെ മന്ത്രം ഉപാസിച്ചു കഴിയുന്ന സന്തുഷ്ടരമായ ആളുകൾക്ക് എന്നെ ചിന്തിച്ച പോലെ കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, തൽകൃതമേതസ്തോത്രം മൽപ്രിയം പിടിച്ചിടും, തൽകൃതി പരിണാമത്തിന് വിശേഷം സദ്ഗതി സംഭവിച്ചിടും. അങ്ങ് സ്തുതിസായ സ്തുതി ആരാണോ പഠിക്കുന്നത് ആ മനുഷ്യന് സദ്ഗതി ഉണ്ടാവും, ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, സംശയമില്ല. എന്നെ സേവിച്ചത് കൊണ്ട് ശരീരം നശിക്കുമ്പോൾ എന്നിൽ പ്രാപിക്കാനും ഭഗവാൻ നിനക്ക് സാധിക്കും. എനിക്കൊരാഗ്രഹമുണ്ട്, നിന്റെ ഗുരുവായ അഗസ്ത്യ മഹർഷി കാണണം, എന്താണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, അഗസ്ത്യ മഹർഷിയെ, എൻ്റെ ഗുരുവിനെ കുറെ നാളായി ഞാനും കാണാത്തത്, എനിക്ക് പോയി കാണണമെന്നുണ്ട്, നമുക്ക് അഗസ്ത്യ മഹർഷിയെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നത്. രാമൻ അഗസ്ത്യാശ്രമാന ജപം വന്ന് സൽക്കാരവും ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യബോധനവും ചെയ്ത് അവരെല്ലാവരും അന്യോന്യം സല്ലാപം ചെയ്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അവര് അഗസ്ത്യാശ്രമത്തിലേക്ക് പോവുകയാണ്. അവിടെ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം കൊണ്ട് മനോഹരമായ ആശ്രമത്തിൽ ചെന്ന് ചേർന്നു. ആശ്രമത്തിന്റെ പുറത്തുഭാഗത്ത് നിന്നു. എന്നിട്ട് സുധീഷ്ണനോട് ശ്രീരാമൻ പറഞ്ഞു, നീ ഉടനെ പോയിട്ട് നിന്റെ ഗുരുവായ അഗസ്ത്യ മഹർഷിയോട് പോയിട്ട് പറയണം, ശ്രീരാമേന്ദ്രൻ ഭാര്യയായ സീതയോട് സഹോദരനാ ലക്ഷ്മണൻ കൂടി വന്നിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കേണ്ട താമസം. സുധീഷ്ണൻ പോയിട്ട് അറിയിച്ചു. രാമനാം ദാസരഥി സോദരനോടും നില വാമനോടുമുണ്ട് ആഗതനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്ത് കാരുണ്യാബ്ദേ, നിൻ തൃക്കളിലിണ കണ്ടു ബന്ധിപ്പാൻ ഭക്തിയോടെ. ഇത് പറഞ്ഞപ്പോൾ അഗസ്ത്യൻ മുൻകൂട്ടി തന്നെ ഇത് കണ്ടറിഞ്ഞിരുന്നു, ശ്രീരാമൻ ഇവിടെ വന്നു ചേരുമെന്നുള്ളത്. ഉടനെ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, ഭദ്രം ദേ രഘുനാഥമാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദയസ്ഥിതം ഭക്തവത്സലം ദേവം. എന്റെ മനസ്സിൽ സദാസമയം ഞാൻ ധ്യാനിക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രനാണ്. ഞാൻ എത്ര നാളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഏതായാലും ശ്രീരാമന്റെ മന്ത്രം ജപിച്ചോടെ ഞാൻ കഴിഞ്ഞു വരികയാണല്ലോ, ആ ശ്രീരാമനെ വളരെ കൊണ്ടുവന്ന് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയുടെ മുന്നിൽ വന്നു ചേർന്നു. കുംഭസംഭവം തന്നെ കൊണ്ടു രാഘവെന്താനും സംഭയം വൈദേഹ്യം സംഭ്രമസന്നിധം കുമ്പിട്ട് ഭക്തി അതണ്ട നമസ്കാരം ചെയ്തപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ മുന്നിൽ രാഘവനും അതുപോലെ ലക്ഷ്മണനും എല്ലാവരും കൂടി നമസ്കരിച്ചു. അഗസ്ത്യ മഹർഷി എടുത്ത് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടു ആശ്ലേഷിച്ചു. വളരെ ശ്രീരാമന്റെ ശരീരസ്പർശത്താൽ രോമാഞ്ചം വന്നതായ മഹർഷി താപസവരൻ ഏകേന കരേണ സംഗ്രഹിക്കുക, ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് തന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അർഘ്യപാദാദികൾ കൊടുത്തിട്ട് മധുവർക്കങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ശ്രീരാമനെയും സീതയും ഒക്കെ അവിടെയധികം പരിചരിച്ചു. എന്നിട്ട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, നീ വരുന്നതും പാർത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ കാത്തിരുന്നത്. അന്ന് പാലാഴി തീരത്ത് വെച്ച് പാലാഴി കരയിൽ വെച്ചിട്ട് ബ്രഹ്മാനോട് താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു, ഘോരരാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടും. അത് അന്ന് മുതൽ ഞാൻ അങ്ങേ കാത്തിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞു വരികയാണ്, അങ്ങയുടെ മനോഹരമായ രൂപം കാണാൻ വേണ്ടി ഞാൻ കഴിഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ പലതരത്തിൽ സ്തുതിക്കുകയാണ്. അങ്ങയുടെ മായയാണല്ലോ എല്ലാവരെയും ഭ്രമിപ്പിക്കുന്നത്. ലോകസൃഷ്ടിക്ക് രജോ ഗുണം ആശ്രയിച്ചല്ലോ ലോകസ്നായ ദാത അങ്ങയുടെ നാവിൽ നിന്നാണല്ലോ ഉണ്ടായത്. സത്യമായ ഗുണത്തിന് രക്ഷിക്കാൻ വേണ്ടിയാണ് വിഷ്ണു, എല്ലാവരെയും രക്ഷിക്കാനാണ് വിഷ്ണു. തമോ ഗുണം കൊണ്ട് പരമശിവൻ സമകരിക്കുകയാണ് ചെയ്യുക. ഇതിനെല്ലാം മേലെയാണ് സാക്ഷാൽ ഭഗവാനായ താങ്കളുള്ളത്. എപ്പോഴാണോ സൃഷ്ടി ചെയ്യാൻ വേണ്ടി ഭഗവാൻ ആഗ്രഹിച്ചത് അന്നാണല്ലോ ഭഗവാൻ മായത്തിനെ അംഗീകരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ പലതരത്തിൽ സ്തുതിച്ചു. അല്ലയോ ഭഗവാനെ, താങ്കള് വിദ്യാഭ്യാസഗ്രതന്മാരായ ജനങ്ങളെ നിത്യൻ മുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. അങ്ങയുടെ മന്ത്രത്തെ ഉപാസിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ ഉണ്ടാകും. മറ്റുള്ള മൂഢന്മാർക്കാകട്ടെ 100,000 ജന്മം കഴിഞ്ഞാലും യഥാർത്ഥ വിദ്യ ലഭിക്കില്ല. അതിനാൽ
അല്ലയോ രാമേന്ദ്ര പ്രഭു, തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയം പാർത്താൽ അങ്ങയിൽ ഭക്തി അർപ്പിച്ചിട്ടുള്ളവരാണ് ഏകാന്തമുക്തന്മാര്. അതിനാൽ ശ്രീരാമേന്ദ്ര പ്രഭു, ഞാൻ എന്തിനാണ് അധികം പറയുന്നത്? ചിന്തിക്കസാരം കിഞ്ചിൽ ചൊല്ലിയും തരാപതേ. സജ്ജനങ്ങളുടെ സംസർഗമാണ് മോക്ഷത്തിന് കാരണമെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങൾ എന്ത് വന്നാലും അതിനെ തുല്യമായി കാണുന്ന ആളുകള്, സദാസമയത്തും സന്തുഷ്ടമ മനസ്സുകൂടി കഴിയുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസർഗമുണ്ടാകുമ്പോൾ ഭഗവാന്റെ കഥാശ്രവണത്തിൽ താല്പര്യമുണ്ടാകും. അങ്ങനെ ഭഗവാന്റെ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുമ്പോൾ ഭക്തി വർദ്ധിക്കും. ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനമുണ്ടാകും. വിജ്ഞാനജ്ഞാനങ്ങൾ വന്നു ചേർന്നാൽ നമുക്ക് മോക്ഷവും വരും. അതിനാൽ അല്ലയോ ശ്രീരാമേന്ദ്ര പ്രഭു, അങ്ങയിൽ സദാസമയം വർദ്ധിച്ച സ്നേഹവായ്പും എനിക്ക് സംഭവിക്കണം. അങ്ങയുടെ പാദങ്ങളിലും അങ്ങയുടെ ഭക്തന്മാരിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഭക്തി ഉണ്ടാകണം. ഇന്നിതാ എൻ്റെ ജന്മം അങ്ങയെ കണ്ടുകൊണ്ട് സഫലമായിരിക്കുന്നു. എൻ്റെ യാഗങ്ങൾ സഫലമായിരിക്കുന്നു. ഇന്നെൻ്റെ തപസ്സും സാഫല്യം വന്നു. ഇന്ന് എൻ്റെ കണ്ണുകളും സഫലമായിരിക്കുകയാണ്. കാരണം അങ്ങയെ കാണാൻ വേണ്ടി കഴിഞ്ഞുവല്ലോ. അതിനാൽ അല്ലയോ ശ്രീ രാമേന്ദ്ര പ്രഭു, സീതയാ സാർദ്രം ഹൃദി വസിക്ക സദാ ഭവാൻ സീതാവല്ലഭ ജഗന്നായകാദാസരഥേ. സീതയോടുകൂടി എൻ്റെ ഹൃദയത്തിൽ ഭഗവാനെ അങ്ങ് എപ്പോഴും ശോഭിക്കണം. എന്തിനു പറയുന്നു? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ന് വേണ്ട, കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് കർമ്മം അനുഷ്ഠിക്കുമ്പോഴും സദാസമയത്തും ഭഗവാനെ അങ്ങയുടെ രൂപം തന്നെ മനസ്സിൽ തോന്നണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗസ്ത്യ മഹർഷി സ്തുതിക്കുകയുണ്ടായി. എന്നിട്ട് അവസാനം പറഞ്ഞു, ഭൂഭാരഭൂതമായ രാക്ഷസവംശം നീ എത്രയും പെട്ടെന്ന് നശിപ്പിക്കുകയാണ് വേണ്ടത്. സാക്ഷാൽ നാരായണനായ നീ രാക്ഷസവധത്തിന് മനുഷ്യനായി പറഞ്ഞത്. ഏതായാലും ഇവിടുന്ന് 2 ദിവസം കൂടി പോകുമ്പോൾ പഞ്ചവടി എന്ന സ്ഥലം കാണാൻ വേണ്ടി പറ്റും. അവിടെ പോയിട്ട് ആ ഗൗതമി തീരെ നല്ല ആശ്രമം ചമച്ച് സീതയോടുകൂടി അവിടെ താമസിക്കുക. എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെയും സുമിത്രാത്മജനെയും എല്ലാം അഗസ്ത്യ മഹർഷി യാത്രയാക്കിയാണ്.